രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്, ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. അപ്പം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കേട്ട് കാണുമല്ലോ. അതെന്താ അങ്ങനെ? നമ്മുടെ രേണുവിന് പൈസ കൊടുക്കുന്നവരൊക്കെ ഒറ്റ ചാനലിന് മാത്രം അഭിമുഖം കൊടുക്കുന്നതിൻ്റെ, ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താ? അല്ലെങ്കിൽ പിന്നെ രേണുവിന് പൈസയോ അല്ലെങ്കിൽ സഹായമോ കൊടുക്കുന്നവരെന്തിനാ അത് വിളിച്ചു പോയി ഇൻ്റർവ്യൂവിൽ പറയുന്നേ? അതത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ആ ഒരു പേരിൽ കൊടുത്തതും തന്നെ ഒക്വേർഡാണ്. അതിൻ്റെ കൂടെ അത് വിളിച്ചു പോയി പറയുന്നത് അതിലും വലിയ ഒക്വേർഡാണ്. അത് പോരാഞ്ഞ അത് ഒരേ ഒരു മീഡിയ മാത്രമാണ് ഈ വക കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ എടുക്കുന്നതും ഇങ്ങനെ റിവീൽ ചെയ്യുന്നതും എന്ന് പറയുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുള്ളതുപോലെ. എന്തായാലും രേണു സുഖമായി തിരിച്ചു വരട്ടെ. ബ്രസ്റ്റ് ക്യാൻസറാണ്, കംപ്ലീറ്റ്ലി ക്യൂറബിളാണ്. രേണു സുഖമായി തിരിച്ചു വരട്ടെ. ഈ ഒരു ഹാർഡ് ടൈം കഴിഞ്ഞ് രേണു നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു.